ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഹസ്ബൻഡിന് ലഞ്ച് ബോക്സിനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ജപ്പാനീസ് ഫ്രൈഡ് റൈസും സോയ ഫ്രൈ ആണ് കേട്ടോ. സോയ ഫ്രൈ ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് തന്നെ റൈസിലേക്ക് 2 മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ സമയം കൊണ്ട് നമ്മുടെ ഓയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് പൊടിയിട്ട് ചേർത്തിരിക്കുന്നത്. അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് സോയ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത്രയും ഇൻഗ്രീഡിയൻസ് നമ്മുടെ സോയ ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടു. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ആയി കിട്ടും. കുറച്ച് വലിയ വലിയ പീസായിട്ടാണ് മുട്ട നമ്മൾ ഇങ്ങനെ പൊരിച്ചെടുക്കേണ്ടത്. ചിക്കനും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചിലർ പ്രോൺസും ചേർക്കും കേട്ടോ ജാപ്പനീസ് റെസിപ്പിയിൽ. പിന്നെ ഞാൻ ചിക്കനും ഇതൊന്നും ചേർക്കുന്നില്ല. എഗ്ഗും വെജിറ്റബിളും മാത്രം, എല്ലാ വെജിറ്റബിളും ഇതിൽ ചേർക്കാറില്ല. നമ്മളൊരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ സ്പ്രിംഗ് ഒനിയനും ഗാർലിക്കാണ് കേട്ടോ ചേർക്കുന്നത്, സവോളയൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറൻറ്റുമാണ്, ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. കുറേ വെജിറ്റബിൾ വേണ്ട. കുറച്ച് ക്യാരറ്റ്, പെപ്പർ പൗഡർ, സോയ സോസ് എന്നിവ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചോറും ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ആ ലീഫും കൂടി ഇട്ടാൽ നമ്മുടെ ജാപ്പനീസ് ഫ്രൈഡ് റൈസ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാലഡ് ഡെയിലി വെക്കാറുണ്ട്. ഇന്നത്തെ കുക്കുംബറും സവാളയും അതുപോലെ തന്നെ ആപ്പിളും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ സാലഡ്. ടൊമാറ്റോ റൈസ് ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ കൂടെ പുളി തന്നെ ആയത് കാരണം ഞാൻ ക്യാരറ്റും സവാളയും മാത്രമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സാലഡ് റൈസിൻ്റെ കൂടെ വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ നമ്മൾ